മുംബൈയിൽ മലയാളി സമാജങ്ങൾ കാലഹരണപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന ആശങ്ക പങ്കുവച്ച് ആദ്യകാല മലയാളി സമാജത്തിലെ മുതിർന്ന അംഗങ്ങൾ മുംബൈയിൽ 72 വർഷം പിന്നിട്ട ബോംബെ കേരളീയ സമിതിയിലെ ഭാരവാഹികളടങ്ങുന്ന സാമൂഹ്യ പ്രവർത്തകരാണ് മാറിയ കാലത്തെ മലയാളി മനോഭാവത്തെക്കുറിച്ചും സമാജങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും ചർച്ച ചെയ്തത്. മുംബൈയിലെ മലയാളി സമാജങ്ങളിൽ ഭൂരിഭാഗവും നിർജ്ജീവമാകുകയും പ്രാദേശിക സമുദായ ആത്മീയ സംഘടനകൾ സജീവമാകുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ നഗരം സാക്ഷ്യം വഹിച്ചത്. മലയാളി സമാജങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് പുതിയ തലമുറ കടന്നുവരാൻ മടിക്കുകയാണ്. ഇതോടെ പൂർവികർ കെട്ടിപ്പടുത്ത സമാജങ്ങളിൽ ഭൂരിഭാഗവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് ബോംബെ കേരളീയ സമിതിയിലെ മുതിർന്ന അംഗമായ ടി.ജി. വർഗീസ് പറയുന്നു. പുതിയ മെമ്പേഴ്സ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായ സമുദായങ്ങളും സെപ്പറേറ്റ് ഐഡന്റിറ്റി. പുതിയ കുട്ടികൾ വീടുകളിൽ പോലും മലയാളം പറയാൻ പഠിക്കുന്നത് ഭാഷ നേരിടുന്ന വലിയ വെല്ലുവിളിയാകുമെന്നാണ് ടി.പി. ഗോപാലകൃഷ്ണൻ ആശങ്ക പങ്കുവച്ചത്. പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് മലയാളത്തിനോട് വലിയ താല്പര്യം. അവർ പിക്ചറോ അതും ഇതൊക്കെ കാണും, പാട്ട് പാടുക. പഠനത്തിനും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കും മുൻഗണന നൽകുമ്പോൾ പലപ്പോഴും പൊതുപ്രവർത്തനങ്ങൾക്ക് സമയം കിട്ടാതെ വരുന്നു. കുട്ടികൾ കൂടുതലും എഡ്യൂക്കേഷൻ ലൈനിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് അവർക്ക് പഠിക്കാനോ ഇതിനുമുള്ള ഒരുപാട് തൊഴിൽ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങളും കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ 8 o'clock 9 o'clock തുടങ്ങിക്കഴിഞ്ഞാൽ 5 മണിയോ 6 മണിയോ ആകുമ്പോൾ അവർക്ക് വീട്ടിൽ പോകാം. ഇന്നതല്ല, യു ഫിനിഷ് ദ വർക്ക് ആൻഡ് ഗോ. സമാജങ്ങളിൽ താല്പര്യം കുറയുന്നത് പ്രകടമായി തുടങ്ങിയെന്നാണ് 72 വർഷം പിന്നിട്ട് മുംബൈയിലെ ആദ്യകാല സമാജങ്ങളിലൊന്നായ ബോംബെ കേരളീയ സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പത്മ ദിവാകരൻ പറയുന്നത്. ഒരു മീറ്റിംഗ് വെച്ചാലും നമ്മൾ അവരെ എല്ലാവരെയും പേഴ്സണലി വിളിച്ച് പറയും, ഇന്ന് മീറ്റിംഗ് ഉണ്ട് വരണം എന്ന് പറഞ്ഞാലും അവർക്ക് താല്പര്യമില്ല. 72 വർഷമായൊരു സമാജമാണ്. നമ്മളിപ്പോഴും ആൾക്കാർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആത്മീയ കൂട്ടായ്മകൾ കൂടി വരുന്നതും പരമ്പരാഗത സമാജങ്ങളെ വിപരീതമായി വായിച്ചിട്ടുണ്ടെന്നാണ് എൽ.എൻ. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. ഒരു ആത്മീയ സംഘടനക്കാർക്കും ആത്മീയത എന്താണെന്നറിയില്ല. ഏറ്റവും വലിയ ആത്മീയത ഇതാണ്. ഇതിലൂടെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർത്തവ്യം മനുഷ്യൻ്റെ. പുതിയ തലമുറയ്ക്ക് അർഹിക്കുന്ന അവസരങ്ങൾ കിട്ടിയാൽ കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്ന പക്ഷക്കാരിയാണ് സാമൂഹ്യ പ്രവർത്തക രാഖി സുനിൽ. പലപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മൾ പല സമാജങ്ങളിലും യൂത്ത് വിങ് ഉണ്ടാക്കും, പക്ഷെ കൺട്രോൾ എപ്പോഴും സീനിയേഴ്സാണ്. അത് നമ്മൾ അവർക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് കൊടുക്കുക. അവരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗൈഡ് ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ വരൂ. മലയാളി കൂട്ടായ്മകളുടെ പ്രശസ്തി നഷ്ടപ്പെടാൻ കാരണങ്ങൾ ഏറെയാണ്. പുതിയ ജനറേഷൻ ഇതിനോട് വൈമുഖ്യത കാണിക്കുന്നു. കാരണം അവരുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച പണ്ട് താഴെ നിലവാരത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷേങ്കിൽ ആ പേരൻസ് മുന്നോട്ട് ചിന്തിക്കാൻ എൻ്റെ മക്കളെ ഞാൻ വന്ന ലെവലിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വളർത്തി അവരെ വലിയ ലെവലിലെത്തിക്കണമെന്ന ആ ചിന്താഗതി അവരിലുണ്ടായി. അപ്പോഴവർക്ക് മലയാളി സമാജങ്ങൾ എന്നുള്ള ഒരു വലിയൊരു പ്രസക്തിയല്ല അവർക്ക്. മാതൃഭാഷ നിലനിർത്താനുള്ള ശ്രമങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. മൊബൈൽ ഫോണും സമൂഹ മാധ്യമങ്ങളും അവിഭാജ്യ ഘടകമായതോടെ സമാജങ്ങളിൽ പോയി സമയം ചിലവിടാൻ ആളില്ലാതായെന്നാണ് മുതിർന്ന സമാജ പ്രവർത്തകൻ പാപ്പച്ചൻ അഭിപ്രായപ്പെട്ടത്. മുംബൈയിലെ മലയാളി സമാജങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും സാമൂഹ്യ പ്രവർത്തകരും ഉറക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.